കാത്തിരുന്ന് മടുത്തു സേതുട്ടാ. ഉറങ്ങാൻ പാടില്ലായിരുന്നു. ഉറങ്ങാനോ? സേതുട്ടം വരാതെയോ? ഞാൻ വരാനേ ഇനി എന്നും വൈകും. അയ്യോ, ഇനി അത് പറ്റില്ല. 10 മണിവരെ നല്ല നിലാവുണ്ടായിരുന്നു. എനിക്ക് ആശയുണ്ടായിരുന്നു സേതുവേട്ടാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴിക്കൂടിയും ഒക്കെ നടക്കണമെന്ന്. നിലാവത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ. ഇതെന്താ, കിടക്കാണോ? ഭയങ്കര ക്ഷീണം, ഭയങ്കര ക്ഷീണം. അയ്യോ, എന്ത് പണിയാ സേതുവേട്ടാ, എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട്. അല്ല, ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ കഴിച്ചു. എവിടുന്ന്? ഇവിടുന്ന്. ആരെടുത്തു തന്നു? ആശ. അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായല്ലേ? സേതുവേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. ആരാ കേട്ടത്? ഇനി സേതുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത്? സേതുവേട്ടന് ഭക്ഷണം എടുത്തു തരാന്നുള്ളത് എന്റെ അവകാശമല്ലേ? നാളെ തരാം. എന്തോന്ന്? 8,000 രൂപ വയറിങ് മോഷണം, കട്ടവും ചുട്ടു. ഇതിലിപ്പം മടിക്കാനൊന്നുമില്ല. മാസം തയ്യുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ. ഇന്നിപ്പോ തീയതി 7 ആയി. എന്നാലും ഒരെന്നാലും ഇല്ല. എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം. വെറുതെ കൈ വീശി അങ്ങോട്ട് ചെല്ലാനേ ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടത്. നിന്നെ കെട്ടിയതിനു ശേഷം ഞാനൊരു പിച്ചക്കാരനായി നീ നിന്റെ അച്ഛനോട് എന്ന് പറ. നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യ. അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല. മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? കേബിളാ? ഇന്ന് എന്തായാലും സേതുട്ട് ഉച്ചയ്ക്ക് ഊണുകഴിക്ക് എത്തി പറ്റൂ. സമയം കിട്ടും തോന്നില്ല. എന്നാ ഞാൻ ഫാക്ടറിയിലോട്ട് വരട്ടെ. ഫാക്ടറിയിലോട്ടോ? അവിടെ വന്നാൽ നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടാം. അത്ര പ്രശ്നം അവിടെ. എന്തൊരു കഷ്ടം ഇത്. ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുവേട്ടന് നേരമില്ല. ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ. അതെ, സുഭദ്ര പറയാണേ മാസം തികഞ്ഞു. അയ്യോ, അതിന് ഞാനൊന്നും. അതല്ല, ശമ്പളം കിട്ടിയിട്ടില്ല. ഓ, ഇതാ ശമ്പളം. 17 രൂപയുണ്ട്. അച്ഛനെ അമ്മേനെ ആരാ വേണേ പോയി കാണും. പിന്നെ ഇവനെ ടൂറിസ്റ്റ് ടാക്സി വിളിച്ചു പൊക്കോട്ടാ, അതാ നല്ലത്. RC ബുക്ക് എടുത്തല്ലോ അല്ലേ? ആ ഉണ്ട്. വേവിച്ചാനെത്തിയ ഇപ്പൊ ഇരുന്നട്ടെ. വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ആ, എന്നാ ഓട്ടോ വിട്ടേക്കല്ലേ? ആകെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തേ. ഓഹോ, നിന്റെ പൈസ വല്ലതും ഉണ്ടോ? എന്റെ 75 പൈസ ഉണ്ട്. എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് സാറേ. ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റൂ? ആ, അയാൾക്ക് വേറെ ഓട്ടോ ഉണ്ട്. വരുന്നുണ്ടാ? എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. മുതലാളി വാ. എവിടെ? മുതലാളി വരണം. എങ്ങോട്ട്? വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. എവിടുന്ന്? മുതലാളി വരണം. മുതലാളി, ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. വാ കാരണം മുതലാളി ആ ചായക്കട വന്നാട്ടെ. വന്നേ. എനിക്കിപ്പോ ചായ വേണ്ട. ചായ എനിക്കും വേണ്ട. ഇവിടെ ഇരിക്കാൻ സാർ, ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരുന്നോളൂ. പുട്ടുദോശ, പൊറോട്ട, അപ്പം, മട്ടൺ ചോപ്പ്, ചിക്കൻ കറി. 3 പൊറോട്ടയും മുട്ടൻ കറിയും. അല്ല, മട്ടൻ കറിയും. അതെ, മറ്റേ കൈ കഴുകാനുള്ള വെള്ളം. വാഷ് ബേസിൻ എന്താ അവിടെ ഉണ്ട്. നമുക്ക് കൈ കഴുകാം. ഓടിക്കോ മതില്. ഓടാ മുതലാളി. അല്ല, ഓട് മുതലാളി. എന്താ ഇത്? തല ഒത്തിരി ചൂടാവുന്നുണ്ട്. ഞാൻ ആശയോട് ചോദിച്ചു, സേതുവേട്ടൻ തലയിൽ എണ്ണയെ തേക്കാറില്ലെന്ന്. ഇനി അങ്ങനെ പറ്റില്ല. എനിക്ക് എന്നെ വെച്ചാ നീരിളകും കൊച്ചേ. സേതുവേട്ടന് ശരീരം നോക്കണമെന്ന് ഒരു വിചാരവും. രാവിലെ എണീറ്റ് 1 മണിക്കൂർ നടന്നാലെന്താ? ഈ പിളുന്ന തടിയൊക്കെ 1 മാസം കൊണ്ട് മാറിക്കിട്ടും. എനിക്ക് കുറെ കണക്ക് നോക്കാനുണ്ട്. നീ പോയേ. കുറച്ചു ദിവസമൊക്കെ ഈ കണക്കൊക്കെ ഒന്ന് മാറ്റി വെക്കും സേതുവേട്ടാ. സേതുവേട്ടന്റെ തലയിൽ എപ്പോഴും ഈ ഫാക്ടറി മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോ അത്രേ ഉള്ളൂ. നീ പോയ സുലു. അപ്പോ ഞാനില്ലേ? നീ എന്റെ ഹൃദയത്തിനകത്തല്ലേ?
ഇപ്പൊ ചോദിച്ചാ മാത്രം ഇങ്ങനെയൊക്കെ പറയൂന്നായിട്ടുണ്ട്. പണ്ടൊക്കെ നീ പോയി വെള്ളം ചൂടായ നോക്കി. അതൊക്കെ ചൂടായി കഴിഞ്ഞു. എന്നാ പോയി കുളിക്കേ. ആദ്യം മുതലേയുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ സേതുട്ടാ. ഒരുപാട് വലുതാണെങ്കിൽ പറയണ്ട. അത്ര വലുതൊന്നുമല്ല. എന്നാ പറ. ഒരു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക്. അയ്യോ, ഊട്ടിയാ? ഉം. നടക്കില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല. രണ്ടാമത് പിന്നെ ഈ ഊട്ടി ഭയങ്കര തണുപ്പാണ്. ഐസ് മഴ വീണ് വീണ് മരവിച്ച് നമ്മൾ ചത്തുപോകും. ആര് പറഞ്ഞു? എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ് പരക്കം പായുന്നേ? ഹണിമൂണ് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അയ്യോ, അതൊന്നും അല്ല. ഇപ്പൊ ബുദ്ധിമുട്ടാ സുലു. സേതോട്ടിന് ഓർമ്മയുണ്ടോ മുമ്പ് എനിക്ക് എഴുതിയത്? എന്തോന്ന് എഴുതി? വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ. ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ. ഞാനെങ്ങനെ എഴുതിയിട്ടില്ല. ഇല്ലെന്നോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം. എവിടെ? എന്താ കാണിക്കാൻ പോവാ? ഇത് വായിച്ചോ. എന്റെ മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഏറെ വൈകിയിരിക്കുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം. ഈ ഭാഗം വായിച്ചോക്ക്. വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്ക്. മതി മതി. അതെ, ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെ എഴുതി പോയതായിരിക്കും. ഇതെന്തോന്ന്? എല്ലാം സേതോട്ട് എനിക്ക് അയച്ച കത്തുകളാ. അതിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ സേതോട്ടിന് അയച്ച കത്തുകളൊക്കെ കീറിക്കളഞ്ഞോ? ഇല്ല, അതിവിടുത്തെ പശു തിന്നു കളഞ്ഞു. അയ്യോ, അപ്പൊ ഊട്ടി? എന്റെ ഈ ഊട്ടി. ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സേതോട്ടാ. ഊട്ടിക്ക് ഊട്ടി പോ. താങ്ക്സ് സേതോട്ടാ. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഊട്ടി. അങ്ങനെ ഞാൻ മൂത്ത് പെരട്ടാൻ. അമ്മ, ഇതാ സുലു. വാ സുലു. ഇവളാണോ വേലിയാടിയത്? അതെ. ഇത് വല്യമ്മാവൻ, ഇത് അമ്മായി, ഇത് അമ്മാവന്റെ മകൾ സുനന്ദ. ഇത് ആശ. നമ്മൾ പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാരേജ് ചെയ്തതിന് അമ്മാവൻ ഭയങ്കര പണക്കത്തിലായിരുന്നു. ഒടുവിൽ ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പൊ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നിരിക്കുക. ആ വാഴ പഠിക്കാത്ത എല്ലാവരും വണ്ടിയിലോട്ട് കയറിക്കോളൂ. ഞാൻ നോക്കിയപ്പോ ഇവരാരും ഊട്ടി കണ്ടിട്ടില്ല. വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും. വാ. പിടിച്ചിരുന്നോണം, എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. വേഗം കേറ്. നീ വെള്ളവും ഗ്ലാസ് ഒക്കെ എടുത്തിട്ടില്ലേ? അതെ, നോക്കിയും കണ്ടുമൊക്കെ മേടിച്ച് വിഴുങ്ങണം. അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത്. അപ്പോഴേ നീ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തള്ളുന്നേ? ആ എല്ലാരും കേറ്, വണ്ടി വിട്. പുറകെ പോയിരിക്കേ. ചെറിയ അമ്മ അടുത്ത് ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. പോമരട്ടെ, സ്റ്റോപ്പ്. വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ. അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. പോ. അയ്യോ, പേടിച്ചേനെ. റാഷ് ഡ്രൈവിംഗ്. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. കഴിവുള്ള മോനെ.
നീ ഇതെന്താ നിർത്തിയത്? ഇത് ഊട്ടിയല്ല. ഇതല്ല ഊട്ടിന്ന് എനിക്കും അറിയാം. വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ. എല്ലാരും ഇറങ്ങണം, എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം. ആര് തള്ളേ? ആർക്ക് വേണേലും തള്ളാം, അല്ലെങ്കിൽ ഇതാണ് ഊട്ടി എന്ന് വിചാരിച്ച് ഇവിടെ തങ്ങാം. ഇതാകെ വശപ്പശകായല്ല. ചേട്ടാ, ചേച്ചി, എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വാ. ഇത് വലിയ കഷ്ടായി പോയില്ല. ശല്യം. ആ പിടിച്ചോ. ആ കൊട്ടേണ്. ഇതെന്തിനാ എന്നെ പിടിച്ച് തള്ളണ ഇയാള്? ആരെ തള്ളാലും വണ്ടി വണ്ടി പിടിച്ച് തിരിഞ്ഞാ തള്ള എന്റെ അമ്മാവാ. ഇതിന് ഊട്ടി വരെ തള്ള വരുമോ? എടാ, നീ അത് കണ്ടോ? എന്ത്? ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത്. എടാ, അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടുവരാൻ ചെറുകരയ്ക്ക് പോയതോ. ദേ ചെറുകര 11 കിലോമീറ്റർ. അതിന്റെ ഓർമ്മയ്ക്കാ ഇവിടെ വന്നപ്പോ ഇതിന്റെ എഞ്ചിൻ ഓ ശരി ശരി, ഫോഴ്സ് പോരാ, മുതലാളിയും കൂടി ഇറങ്ങി തള്ളണം. തള്ളാൻ. ഓ, வேகம் போ, வேகம் சீக்கிரமாக்கும். எங்க கிடைக்கும்? ஏதோ சார் இப்போ வந்துடுறேன், இப்போ பார்த்துட்டு வந்துடுறேன். ரூம் எப்படியா கிடைக்கும்? ஏதோ வந்துடுறேன் சார். വേഗം വാങ്ങോ. അമ്മേ, എനിക്ക് വിശക്കുന്നു. ഒന്നും മിണ്ടാതിരടാ ഇറക്കാം. ഇപ്പോഴല്ലേ പഴം ഓറഞ്ചൊക്കെ വെട്ടി വിഴുങ്ങിയത്. എവിടെങ്കിലും പോയി ഒന്ന് വീണാ മതിയായിരുന്നു. ചെറു പെട്ടിക്കട കണ്ടോ, ഒന്ന് നിർത്തണട്ടോ. സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇരേട്ടാ. സോഡ എവിടെയും മുറി ഇട്ടേട്ടാ ആദ്യം. സോഡ സോഡ. சார் நம்ம குன்னூர் போயிடலாம் சார். കൂനൂരാ? சார் குன்னூர் போயிடலாம் சார். 14 കിലോമീറ്റർ தான். നീ റൂം എടുത്തരാന്ന് சொன்னே. ஆமா ഇത് നാലാമത്തെ സ്ഥലത്താ ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപ വാങ്ങിച്ചു. കൂനൂര് വന്നിന്റെ ഉദ്ദേശം சார் சொல்றது கேளுங்க. இங்க ஃப்ளவர் ஷோ நடக்குது, அதனால ரூம் எல்லாம் ஃபுல். റൂം എടുത്തരാന്ന് சொன்னியே നേരാന്നുള്ളയാ? சார் சொன்னேன் சார். ஆனா ആനേ പൊടി ഒന്നും വേണ്ട. മനുഷ്യനെ പറ്റിക്കാ. പൈസ ஏய் പൈസ யாரு பார்த்து யானை போனாங்கடா? ஏய் என்ன நீ ஊரு விட்டு ஊர் வந்துக்கிற டபாக்கிறே நீ? போடா. എന്റെ പൈസടാ. രൂപ കൊടുക്കണ ചോമ്പേരി. ஏய் யாரு பாத்துற சோம்பேறங்கடா பொறம்போக்கு. പുറമ്പോക്കോ? പുറമ്പോക്ക് എനിക്കറിയാടാ. ഞാൻ പോണത് വെറുതെ വാച്ച് ചെയ്യാൻ പിടിക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ മനസ്സിലായ? ആ പൈസയും പോയി കിട്ടി. രൂപ പോണേ പോട്ടെ, നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി വണ്ടി കയറി. അവ ആളെ വിളിക്കാൻ പോയിരിക്കാ. വണ്ടി എടുക്കാം. കേറാണ് വണ്ടി എടുക്കാം. നിന്റെ ഞാൻ എടുക്കാം. കിടക്കാൻ തന്ന കണ്ണിന്റെ സ്ലിപ്പറ പൂടാ ബെനിയിലിട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. சார், நாங்க 12 பேர் இருக்கு. எங்க எல்லாமோ அலைஞ்சு ரூம் கிடைஞ்சில்ல. இப்ப ரொம்ப லேட் ஆயிடுச்சு. இங்க ரூம் கிடைக்குமா? தா சில்ட்ரன்ஸ், லேடிஸ் எல்லாம் இருக்கு. ഡോർമിറ്ററി പോതുമാ? അതെന്താ ഡോർമിറ്ററി, നോ സെപ്പറേറ്റ് റൂംസ്, ഓൾ ഓഫ് യു ക്യാൻ സ്റ്റേ ടുഗദർ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം? അതൊന്നും വേണ്ട സേതു. ഇനി ഈ കാറ്റത്ത് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് ഇവിടെ തന്നെ കൂടാം. എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. இங்க டோர்மிட்டரி மட்டும் தான் இருக்கு. உங்களுக்கு வேணுமா வேண்டாமா? വേണം. அட்ரஸ் போடா போடா. அண்ணாச்சி, இங்க சோடா கிடைக்குமா? கிடைக்காது. வேண்டா. സേതു മാധവൻ. എന്തൊരു തണുപ്പുണ്ടാ. മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡയില്ല, കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശയായിരിക്കും. എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം. പിന്നാലെ പറഞ്ഞൊക്കെ പിന്നെ നേരം വളരെ ആയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം. ചായ ചായ ചായ. ആ ചായ ചായ ചായ. പോടാ. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല. അതുകൊണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ചായ
ഇഡ്ഡലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴി കഴിക്കാം. എളുപ്പം റെഡിയേ? ആശയ്ക്ക് ചെറിയൊരു പനി. ചായ പനി? ചായ വേണ്ട. ശരിയാ, ചെറിയ ചൂടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി, പനി മാറും. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ. ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ, ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം. എനിക്ക് വയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. ആ അത് മതി. എങ്കിൽ പുറപ്പെടാം.